എടി ഉരുമ്പിട്ടവളെ കണ്ടവന്മാർക്ക് ഇങ്ങനെ തുണിയില്ലാത്ത ഫോട്ടോ അയച്ചു കൊടുക്കും. മോളെ ചോറ്റുപാത്രത്തിൽ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും മുട്ട പൊരിച്ചതും ഉണ്ട്. മീനൊന്നും കിട്ടിയില്ലാടി. അതൊന്നും സാരമില്ല, മീനില്ലാത്ത തന്നെ നല്ലത്. മീനും കൊണ്ട് പോയാലേ ഭയങ്കര ഒരു മണമാണ്. ആണോ? എന്നാൽ പിന്നെ ഇപ്പം ഇനി മീൻ കൊണ്ടുപോകണ്ട അല്ലേ? നീ കെട്ടിയാലും കൊണ്ടുപോകണ്ട. മോരും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ അമ്മയോട് ഞാൻ ഒരു കാര്യം പറയാൻ പറ്റത്തോ, പാരൻസ് മീറ്റിംഗ് ഉണ്ട് തിങ്കളാഴ്ച. അമ്മ വരണേ? ആ വരാടി മോളെ, വരാതെ പറ്റുമോ? ഇത്രയും കാലം നിൻ്റെ അച്ഛനുണ്ടായിരുന്നതുകൊണ്ട് എല്ലാ പാരൻസ് മീറ്റിങ്ങിലും പുള്ളിയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഞാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു ബുദ്ധിമുട്ട്. അത് ശരി അമ്മ, കഴിഞ്ഞ കൊല്ലം വരെ അച്ഛനായിരുന്നു വന്നിരുന്നത്. അച്ഛനെൻ്റെ എല്ലാ ടീച്ചേഴ്സിനെയും അറിയാം, അതുപോലെ തന്നെ എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരുടെ പാരൻസിനെ അറിയാം. അവരൊക്കെ ആയിട്ട് വലിയ കമ്പനിയായിരുന്നു. എത്ര പെട്ടെന്നല്ലേ ഒരു കുഴപ്പമില്ലാതിരുന്ന അച്ഛൻ നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയത്. ദൈവം അച്ഛനൊരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയമായപ്പോൾ അച്ഛൻ പോയി, അത്ര തന്നെ. അതും ഇതൊക്കെ പറഞ്ഞ് നീ വിഷമിക്കണ്ട. നീ വേഗം റെഡിയാവാൻ നോക്ക്, കോളേജിൽ പോകാൻ സമയമായില്ലേ? വേഗം റെഡിയാവാ. അതെ, ബാഗിന് ചെറിയ കള്ളിയിൽ ഒരു 50 രൂപ വെച്ചിട്ടുണ്ട്. അത് മതിയോ? അതൊക്കെ മതിയമ്മേ. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറ് എന്തായാലും കൊണ്ടുപോകണ്ടല്ലോ. ബ്രേക്കിന് എന്തെങ്കിലും കഴിക്കാനാണ് മാത്രം ഈ പൈസയുടെ ആവശ്യമുള്ളൂ. പിന്നെ ബസ്സിൻ്റെ പൈസയും അതിനൊക്കെ ഇത് ധാരാളം. ഞാൻ ഇറങ്ങാം കേട്ടോ. മോളെ നീ ഫോണൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ? അത് പിന്നെ ഫോൺ ഞാൻ എടുത്തിട്ടുണ്ടമ്മേ. കോളേജിൽ പോകണം, നിനക്ക് എന്തിനാ ഫോൺ? ഞാനോട് പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോകരുതെന്ന്. എനിക്ക് ഈയിടെ ഫോണിൻ്റെ ഉപയോഗം നല്ലോണം കൂടുന്നുണ്ട് കേട്ടോ. 18 വയസ്സുള്ളൂ നിനക്ക്. നിൻ്റെ ഈ പ്രായത്തിലൊന്നും ഫോൺ മേടിച്ച് തരേണ്ടതല്ല. പണ്ടാരം പിടിച്ച് കൊറോണ വന്നുകൊണ്ട് കുറേ ഓൺലൈൻ ക്ലാസ് ഉണ്ടായതുകൊണ്ടാണ് ഇതൊക്കെ മേടിച്ച് തരേണ്ട ഗതിയുടെ വന്ന്. എൻ്റെ അമ്മ കോളേജിൽ ഒരു പ്രൊജക്റ്റിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഫോൺ കൊണ്ടുപോയില്ലെങ്കിൽ ശരിയാവില്ല. അതല്ല അതിൻ്റെ PDF ഒക്കെ കിടക്കണത്, അതുകൊണ്ട് കൊണ്ടുപോകുന്നതാ. പിന്നെ എല്ലാത്തിനും കാരണമുണ്ടല്ലോ. നിന്നെ വിശ്വാസം ഉള്ളതുകൊണ്ട് ഇതൊക്കെ മേടിച്ച് തരുത്. നീ അത് ദുരുപയോഗം ചെയ്യാൻ നോക്ക്. അമ്മയൊന്ന് പോക്കേ, ഞാൻ പോവുക, എൻ്റെ സമയം കളയാൻ വേണ്ടി. ശരി, പോയിട്ട് വാ. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക്, കറങ്ങി തിരിഞ്ഞ് അടക്കണ്ട. ആ ശരി. ആരാ അത്? ഞാനാ ബിന്ദു. ബിന്ദു അവിടെ എന്ത് ചെയ്യാ നോക്കുമായിരുന്നു. ഞാനിവിടെ തുണി അലക്കാണ്. നിങ്ങൾ എന്തിനാ ഒളിഞ്ഞു നോക്കാൻ നിൽക്കണേ? അയ്യോ, ബിന്ദുവിന് തെറ്റിയിരിക്കുക. ഞാൻ ഈ വഴി പോയപ്പം നോക്കിയെന്നേ ഉള്ളു. ഞാൻ ബിന്ദുവിൻ്റെ കാര്യം എപ്പോഴും ചിന്തിക്കും. ഭർത്താവും ഇല്ലാതെ മോളെ കൊണ്ട് ഇത്ര നല്ലതായിട്ട് എങ്ങനെയാ ജീവിക്കുന്നത്? എങ്ങനെയാ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? ആരെങ്കിലും സഹായിക്കുന്നുണ്ടാവില്ലേ? എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല. ഇപ്പം എനിക്ക് നിങ്ങളെ കൊണ്ടാ ബുദ്ധിമുട്ട്. ഞാൻ ഇത് ഭർത്താവും ഇല്ലാതെ അയൽവക്കത്ത് ഇങ്ങനെ സ്ത്രീ ജീവിക്കുമ്പോൾ നിങ്ങളുടെ കാര്യം നോക്കുന്നത് എൻ്റെയും കടമയല്ലേ? അലവലാതി, കുറച്ച് നാളെ നിങ്ങൾ ഈ ഒലിപ്പിച്ചുകൊണ്ട് ഈ വഴിക്ക് വരാൻ തുടങ്ങിയിട്ട്. ഇനി മേലാൽ ഇമാതിരി വളിച്ച വർത്താനം കൊണ്ട് വന്നാടില്ല, ചൂലെടുത്ത് അടിക്കും ഞാൻ. ഓണക്കോട്ടവനെ. ബിന്ദു ഇങ്ങനെ ചൂടാവല്ലേ? ഞാൻ വെറുതെ പറഞ്ഞാ. മര്യാദയ്ക്ക് പൊക്കോ, ഞാൻ അല്ലെങ്കിൽ ഒച്ച വെച്ച ആളെ കൂട്ടും. പോന്ന്. എന്താടി ഇന്നും പുള്ളി ശല്യം ചെയ്യാൻ വന്നത് തന്നെ? ആന്നേ, എൻ്റെ ഭർത്താവ് മരിച്ചുകൊണ്ട് ഞാനും കൊച്ചും എങ്ങനെ കഴിയുന്നതെന്നാണ് അയാളുടെ സംശയം. ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് ഒരു ടേം ഇൻഷുറൻസ് എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു 2 കോടി രൂപ കിട്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ആരുടെ മുന്നിൽ കൈ നീട്ടാണ്ട് ജീവിക്കുന്നത്. പുള്ളി എന്തായാലും അത് ചെയ്തു വെച്ചത് നന്നായി. അല്ലെങ്കിൽ നീ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടേണ്ടി വന്നേനെ. അല്ല, ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചായിരുന്നു, ഈ 2 കോടിയൊക്കെ കിട്ടണമെങ്കിൽ അങ്ങോട്ട് കുറേ പൈസയൊക്കെ അടയ്ക്കണ്ടേ? വേണ്ട, മാസം 400-500 മുതലുള്ള പ്ലാനുകളുണ്ട്. എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ മതി. ഇതിൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ പ്ലാനുകളൊക്കെ കമ്പയർ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളത് 15% വരെ ഡിസ്കൗണ്ടോടെ എടുക്കാം. അതുകൊള്ള. എൻ്റെ ഭർത്താവിന് ഇത് എടുക്കണമെന്നുണ്ട്. നിനക്കറിയാലോ, പുള്ളി ഗൾഫില്ല. അവിടെ ഇത് കുറച്ച് ഭയങ്കര എക്സ്പെൻസീവാണ്. അതിനെന്താ, പ്രവാസികൾക്ക് ഇവിടുന്ന് പുറത്തേക്കാൾ 30 മുതൽ 50% വരെ ചിലവ് കുറവിലെടുക്കാമല്ലോ. അപ്പോൾ ചേട്ടനോട് പറഞ്ഞത് എടുത്തു വെക്കാമല്ലേ? ഞാൻ പറയാം, ഒരെണ്ണം എടുത്തു വെച്ചോ, അതാ നല്ലത്. നിന്നോട് 2 ദിവസമായിട്ടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുമായിരുന്നു. നീ പക്ഷെ എടുത്തിയാടി അവളോടൊന്നും ചോദിക്കാൻ നിൽക്കരുത്. എന്താ ചേച്ചി, എന്താ കാര്യം? അതെ, നാട്ടിൽ ചെറിയൊരു സംസാരമുണ്ട്. ഒരു 5 മണി 5:30 ആകുമ്പോഴാണല്ലോ നിൻ്റെ മകൾ ഇവിടെ കോളേജ് വിട്ട് വരുന്നത്. അവൾ വരുന്നത് ഏതോ പയ്യൻ്റെ കൂടെയാണ്. ഇവിടെ നാട്ടിലൊക്കെ ചെറിയ സംസാരമുണ്ട്. എൻ്റെ മോളായിരിക്കില്ല. നാട്ടുകാർക്ക് പിന്നെ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കാനാണോ കാര്യം? അതൊക്കെ വെറുതെ പറയണമായിരിക്കും. ചേച്ചി അതൊന്നും വിശ്വസിക്കണ്ട. അങ്ങനെ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കണമെന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷേ ഇന്നലെ ഞാനും കണ്ടെന്ന് ആ പാടത്തിൻ്റെ ആ ഭാഗത്തായിട്ടാണ് ഒരു പയ്യൻ നിൻ്റെ മകളെ കൊണ്ട് ബൈക്കിലിറക്കണം. ഞാൻ കണ്ടു, എൻ്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടു. അതുകൊണ്ടാണ് പറയണം, നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അവളുടെ പ്രായം അത്ര ശരിയല്ല. എന്തെങ്കിലും പറ്റിപ്പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എൻ്റെ മോളായിരിക്കില്ല. ഞാൻ എൻ്റെ മോളെ അങ്ങനെയല്ല വളർത്തിയത്. അവളെക്കുറിച്ച് വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കല്ലേട്ടോ. വന്നിട്ട്
നിങ്ങൾ പൊക്കെ നടന്നിട്ട് വെറുതെ അനാവശ്യം പറഞ്ഞാൽ വേണ്ടി ഓരോന്നൊക്കെ വരുന്നു. ആ ബെസ്റ്റ്. ഇവളോടൊക്കെ പറയാൻ പോയാൽ എന്നെ പറഞ്ഞാൽ മതി. മോളെ പാല് പറഞ്ഞേ. എന്താ എന്താ അമ്മ? നിന്റെ ഫോൺ എവിടെ? അത് പിന്നെ നിന്റെ ഫോൺ എവിടെയെന്ന് ചോദിച്ചേ. നിനക്ക് എന്തിനാടി ബാത്റൂമിൽ ഫോണ്? അമ്മ അത് പിന്നെ കോളേജിൽ ഫോണ് ഗ്രൂപ്പ്. മതി മതി, അടുത്ത നോണ നീ മെനഞ്ഞുണ്ടാക്കിയടല്ലോ. തലടിച്ച് പൊളിക്കും. എനിക്ക് ദേഷ്യം വന്ന് നിൽക്കും ഞാൻ. കോളേജിൽ നിന്ന് വന്ന് ഡ്രസ്സ് മാറാൻ ബാത്റൂമിൽ കയറിയ നിനക്ക് എന്തിനാ ഫോൺ? നീ ആർക്കാ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തേ? ഞാൻ സൗണ്ട് കേട്ടതാ, മര്യാദയ്ക്ക് പറഞ്ഞോ. അയ്യോ അമ്മ, അങ്ങനെയൊന്നുമില്ല, ഞാൻ ആർക്കും അയച്ചില്ല. നീ പറയില്ല അല്ലേ? അങ്ങോട്ട് തോടി. നിന്നിതിനാണ് ഞാൻ കോളേജിലോട്ട് വിട്ടത്. എടി ഉരുമ്പിട്ടവളെ കണ്ടവന്മാർക്ക് നിന്നെ തുണിയില്ലാത്ത ഫോട്ടോ അയച്ചു കൊടുക്കുന്നത്. നിന്നെ ഞാൻ നിന്നെ ഞാൻ ശരിയാക്കി തരടി. കണ്ട നാട്ടുകാർ മുഴുവൻ നിന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മകളങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ അടുത്ത് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു എനിക്ക്. എന്നോട് തന്നെ നീ ഇങ്ങനെ ചെയ്തല്ലോടി. ഇന്നത്തോട് നിർത്തിക്കാൻ തരും പഠിത്തമൊക്കെ. ഈ ഫോൺ ഉണ്ടല്ലോ, ഇനി എൻ്റെ കയ്യിലിരിക്കട്ടെ. ഈ വീടിന് പുറത്ത് ഞാൻ നിന്നെ ഇറക്കത്തില്ല. നീ ഇവിടെ കിടന്നത് നരയിക്കൂടി. എത്ര നേരമായി കോളേജിൽ വന്നിട്ട്? ഒന്നും കഴിച്ചില്ലല്ലോ. നീ അമ്മയും ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. വാ മോളെ, മോളെ. മോളെ നീ എന്താ ചെയ്യുന്നേ? ഇങ്ങോട്ട് ഇറങ്ങു മോളെ. അവിടെ പൊന്നു മോളല്ലോ, ഒന്നും ചെയ്യല്ലേ പ്ലീസ്. നീ എന്താ കുഞ്ഞെ കാണിക്കുന്നേ? എനിക്ക് നീ എല്ലാട്ടി ലോകത്ത് ആരോ ഉള്ള. അമ്മ എൻ്റെ പഠിപ്പ് നിർത്തുമെന്ന് പറഞ്ഞല്ലേ, എൻ്റെ ഫോൺ മേടിച്ചു വെച്ചല്ലേ. അതെനിക്ക് പെട്ടെന്ന് സങ്കടം വന്നപ്പോൾ, അമ്മയ്ക്ക് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു പോയാണെ. നീ എന്നോട് ക്ഷമിക്കും. ഇങ്ങനത്തെ പൊട്ടുകൂതിയൊന്നും എൻ്റെ മോക്ക് തോന്നല്ലേ. അമ്മ ഞാൻ വേറെ ആർക്കും അല്ല ഫോട്ടോ അയച്ച്. എന്നോട് പഠിക്കുന്ന അമ്മല്ല, എൻ്റെ ക്ലാസ്സിൽ തന്നെ ഉള്ള അമ്മ. അപ്പം ഞങ്ങൾ തമ്മിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇഷ്ടത്തില. അവൻ ചോദിച്ചു, ഒത്തിരി നിർബന്ധിച്ച് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പിണങ്ങുന്നു പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ അയച്ചു കൊടുത്ത. എൻ്റെ മോളെ, എൻ്റെ ഈ പ്രായം കൊണ്ട് നിനക്കിതൊക്കെ തോന്നുന്നയാ. ഈ പ്രായത്തിൽ അങ്ങനെ കുറേ പൊട്ടബുദ്ധി തോന്നും, കുറേ കാര്യങ്ങളിൽ ചെന്ന് പെടുകയും ചെയ്യും. നീ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരാത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളും തൻ്റെ കാമുകിയോട് നഗ്നമായിട്ടുള്ള വീഡിയോയോ ഫോട്ടോയോ ഒന്നും അയച്ചു തരാൻ പറയില്ല. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം വേറെയാ. നീ എന്താ ഒന്നും മനസ്സിലാക്കാത്തേ? ഈ ഒരു കാരണം കൊണ്ട് നീ നിൻ്റെ ജീവിതം അവസാനിപ്പിച്ച് ആർക്കാ നഷ്ടം? നീ ഈ പറഞ്ഞ അമലിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? കുറച്ച് നാളാവും നിന്നെ ഓർക്കും. അത് കഴിഞ്ഞ് അവൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകും. അമ്മയുടെ കാര്യം അതാണോ? ഒരു കൊല്ലം മുന്നേ അച്ഛൻ പോയി, ഇപ്പം നീയും കൂടെ പോയാൽ അമ്മ ഒറ്റയ്ക്കാക്കി പോകാനാണോ നിൻ്റെ ഉദ്ദേശം? അവർക്ക് തെറ്റുപറ്റിപ്പോയി. തെറ്റുപറ്റിയതൊരു തോന്നൽ എൻ്റെ മോക്ക് വന്നല്ലോ, അത് തന്നെയാണ് വലുത്. ഞാൻ അമ്മലിനെ കണ്ട് സംസാരിക്കാം. നീയായിട്ട് ഇനി അങ്ങോട്ട് പോരുന്നത്. അവൻ്റെ ഭാഗത്ത് ഒരു ശല്യം ഉണ്ടാവാതിരിക്കാൻ ഞാൻ അവൻ്റെ വീട്ടുകാരോടോ ആരോട് വേണമെങ്കിൽ സംസാരിക്കാം. മോക്ക് എത്തപ്പെട്ടപ്പോൾ നിന് തോന്നല്ലേ? ആരുമില്ലാടി മോളെ. കുഞ്ഞാടി ലോകത്ത് എനിക്ക് ആരുമില്ല. കണ്ണൊക്കെ തുടച്ച് മോളൊന്ന് കുളിക്കേ. അമ്മയെ കഴിക്കാൻ എന്താ എടുത്ത് വയ്ക്കാൻ? നീ ഒന്നും കഴിച്ചില്ലല്ലോ. കോളേജിൽ പോക്കോ, നാളെയും പറ്റുന്നോളം കോളേജിൽ പോക്കോ. അതിനൊന്നും ഇനി ഒരു തടസ്സം ഉണ്ടാവില്ല. എൻ്റെ മോൾക്ക് തിരിച്ചറിവ് വന്നല്ലോ, അത് തന്നെയാണ് വലുത്. അമ്മ കഴിക്കാൻ എടുത്ത് വയ്ക്കാം. നീ വേഗം റെഡിയായി വാ.
ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ടേം ഇൻഷുറൻസിനെ പറ്റി ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മളില്ലെങ്കിലും നമ്മുടെ കുടുംബം സുരക്ഷിതമായിരിക്കാൻ എല്ലാവരും നിർബന്ധമായി ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചിരിക്കണം. 15% വരെയൊക്കെ ഡിസ്കൗണ്ടോട് കൂടി ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ മതി.